Hello everyone, welcome back to Salem Learning. It's me, Muhammad Shafiq BK, your chemistry teacher. മക്കളെ എല്ലാവരും നല്ല ഉഷാറായി ഹാപ്പി ആയിരിക്കാന്ന് സാർ വിചാരിക്കുന്നു. യെസ്, നിങ്ങളെല്ലാവരും SSLCക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിൽ മുഴുകിയിരിക്കാവൂലേ? ഓക്കെ, നമ്മൾ ഉഷാറാക്കൂലടാ, 10+ ഒക്കെ നേടൂലടാ, നേടണട്ടാ, എല്ലാവർക്കും പറ്റൂട്ടോ. നമ്മളത് അടിച്ചു പൊളിച്ച് നേടിയെടുക്കൂടാ. നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ അല്ലേ, എന്തിനാടാ പേടിക്കുന്നത്? യെസ്, നമ്മള് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഒന്ന് സിമ്പിൾ ആക്കി തരുമോ സാറേ? തീർച്ചയായിട്ടും സാറ് സിമ്പിൾ ആക്കി തരാം. ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ 6th ചാപ്റ്ററിലുള്ള ഒരു ഏരിയ ആണ്. ആരും ഉറപ്പിച്ചോ, ഇതിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. ഉറപ്പാണ്, ഇതിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നോമൻ ക്ലേച്ചർ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ആ നോമൻ ക്ലേച്ചറിൽ നിന്നും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഐസോമറിസത്തിലൂടെ ഒരു വലിയ ചോദ്യമായിട്ട് ചോദിക്കുന്നതിന്റെ ഇടയിൽ 2 നോമൻ ക്ലേച്ചറിന്റെ ചോദ്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും ചോദിക്കാം. അതിൽ ഐസോമറിസവും ഇൻക്ലൂഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ അറിയാമോ എന്ന് ടോട്ടൽ നോക്കാൻ പറ്റുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഐസോമറിസത്തിൽ നിന്നും ഇടാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. ഈ വർഷവും നമുക്കത് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ചോദ്യം പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് നമുക്ക് ഇന്നൊന്ന് സെറ്റാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. നോക്കിയേ മക്കളെ, സാറ് കെമിസ്ട്രി പറയുന്നതിന് മുമ്പ് നമുക്കൊരു നോർമൽ ആയിട്ടൊരു കാര്യം പറയാം. നോക്കിയേ, ഞാനൊരാളെ വെറുതെ വരയ്ക്കുകയാണ്. ഓക്കെ, വലുതായിട്ട് സാറിന് വരയ്ക്കാനൊന്നും അറിയില്ല, എങ്കിലും സാർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് ഒരാളാണ്, ഇത് വേറൊരാളാണ്. റെഡി? യെസ്. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം ആളുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ, സ്ട്രക്ചറിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാൾക്ക് സാറ് പേരിടാണ്, രാമു എന്ന് പേരിടുന്നു. എന്താ പേരിടുന്നത്? രാമു എന്ന് പേരിടുന്നു കേട്ടോ. ഒരാൾക്ക് സാറ് ഉമർ എന്ന് പേരിടുന്നു, ഉമർ. ഓക്കെ, ഉമർ എന്ന് പേരിടുന്നു. മക്കളെ, രണ്ടാളും രണ്ടാളാണെന്നുള്ളതിൽ മക്കൾക്ക് സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ ഞാനിവിടെ ഒരു കാര്യം പറയാം. രണ്ടാളിലെയും സ്പെല്ലിങ് മക്കളൊന്ന് നോക്കിയേ. എത്ര ആറുണ്ട്? ഒരു ആറും ഒരു എയും ഒരു എമ്മും ഒരു യു അല്ലേ രണ്ടാളിലുള്ളത്, ശരിയല്ലേ? അതായത് ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. അതായത് ആളിലെ പേരിലെ ഉള്ളിലുള്ള സ്പെല്ലിങ്ങൾ അതിനെ നമ്മൾ ഓരോരോ എലമെന്റ് ആക്കി ഒരു ആറ്റം ആക്കിയൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. രണ്ടാളുകളുടെയും പേരിലുള്ള ആറ്റംസ് സെയിം ആണ്, പക്ഷെ അവരുടെ സ്ട്രക്ചർ ഒക്കെ വ്യത്യാസമുണ്ട്. ഇതേമാതിരി തന്നെയാണ് ഐസോമർ എന്ന് പറയുന്നത്. ഐസോമർ എന്ന് പറയുമ്പോൾ അവരുടെ പേരിലും സ്വഭാവത്തിലും അവരുടെ സ്ട്രക്ചറിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് സെയിം ആയിരിക്കും? അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസിന്റെ എണ്ണം സെയിം ആയിരിക്കും. എന്ത് സെയിം ആയിരിക്കും? ആറ്റംസിന്റെ എണ്ണം. ഈ ആറ്റംസിന്റെ എണ്ണം എഴുതുന്നതിനാണ് നമ്മൾ പറയാ മോളിക്യുലാർ ഫോർമുല എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ സാർ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കണം മക്കളെ. CH3 CH2 then CH2 then CH3. ഓക്കെ, റെഡി? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇതിന്റെ പേരെന്താ മക്കൾക്ക് അറിയാം? ഇത് 4 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ബ്യൂട്ടാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ബ്യൂട്ടൈൻ തന്നെയാണല്ലോ, ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ ഈ ബ്യൂട്ടൈനിനെ സാർ വരച്ചപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് ചെക്ക് ചെയ്യാണ്. എങ്ങനെയാ മോളിക്കുലാർ ഫോർമുല കണ്ടെത്തുക? എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണ് മൊത്തം ഉള്ളത്. ഹൈഡ്രജൻ മക്കൾ എണ്ണി നോക്കുകയാണെങ്കിൽ മൊത്തം 10 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഇനി സാർ വേറൊരു കോമ്പൗണ്ട് വരയ്ക്കുകയാണ്. CH3 CH3 CH3. ഓക്കെ, ഇതിന്റെ പേര് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. 2ാമത്തെ കാർബണിൽ മീഥൈൽ ബ്രാഞ്ച് വന്നിട്ടുള്ള പ്രൊപ്പൈൻ ആണ്. അപ്പൊ 2 മീഥൈൽ അല്ലേ മക്കളെ? നോക്കിയേ, എങ്ങനെ ഇതിന്റെ പേരിടുക? മെയിൻ ചെയിൻ ഇവിടെ പ്രൊപ്പൈൻ ആണ്. എങ്ങനെയാ പ്രൊപ്പൈൻ ആണെന്ന് സാറിന് മനസ്സിലായത്? എണ്ണി നോക്കുമ്പോൾ 1 2 3 1 2 3 1 2 3 എങ്ങനെ എണ്ണുമ്പോഴും 3 ആണ് മാക്സിമം വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു 3 ആണ് എന്ത് ചെയ്യണം? മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഒരു 3നെ ഞാൻ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പുറത്തുള്ള ഈ CH3 ഒരു ബ്രാഞ്ച് ആയിരിക്കും, ശാഖയായിരിക്കും. ഒരു കാർബൺ ഉള്ള ശാഖക്ക് നമ്മൾ പറയും മീഥൈൽ. ഇനി അവൻ വരുന്ന ഈ കാർബൺ ാണ് ഈ ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഈ കാർബൺ എന്ന് വെച്ചാൽ 2ാമത്തെ കാർബൺ ആണ്. ഇവിടുന്ന് എണ്ണുമ്പോൾ 2ാമത്തെ കാർബൺ ആണ്. അപ്പോ 2 സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ 2ാമത്തെ കാർബൺ ആയതുകൊണ്ട് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പം സ്മോളസ്റ്റ് പൊസിഷന്റെ ആവശ്യമില്ല, കാരണം 2 സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും സെയിം നമ്പർ ആണല്ലോ കിട്ടുന്നത്. അപ്പൊ 2ാമത്തെ പൊസിഷനിൽ ഏതായിരുന്നു ബ്രാഞ്ച്? മീഥൈൽ ബ്രാഞ്ച് വന്നിട്ടുള്ള നമ്മുടെ ചെയിൻ ഏതാണ്? പ്രൊപ്പൈൻ എന്നാണ്. എന്താണ്? പ്രൊപ്പൈൻ. മക്കളെ, എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ ഈ കോമ്പൗണ്ടും ഈ കോമ്പൗണ്ടും തമ്മിൽ നോക്കുകയാണെങ്കിൽ ആണ്. പക്ഷെ ഇവരുടെ എണ്ണം നോക്കി 1 2 3 4 കാർബൺ മൊത്തം ഉണ്ട്. ഹൈഡ്രജൻ 3 3 6 3 9 9 1 10 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഇവരുടെ രണ്ടുപേരുടെയും സെയിം ആണ്. പക്ഷേ എന്ത് വ്യത്യാസമുണ്ട്? ഇവരുടെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള ഐസോമറിസത്തിന് വിളിക്കുന്ന പേരാണ്, ഇവരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഐസോമർ എന്താന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. സെയിം മോളിക്കുലാർ ഫോർമുല, ഒരേ തന്മാത്രാവാക്യം, ഡിഫറെന്റ് എന്താണടാ സ്ട്രക്ചർ, ഡിഫറെന്റ് സ്ട്രക്ചർ. ഓക്കെ, വ്യത്യസ്ത ഘടന. ഒരേ തന്മാത്രാവാക്യം, ഒരേ തന്മാത്രാവാക്യമാണ്, ഒരേ തന്മാത്രാവാക്യമാണ്, തന്മാത്രാവാക്യം അല്ലെ തന്മാത്രാ സൂത്രം എന്ന് പറയാം കേട്ടോ. ഓക്കെ, എന്താണ് വ്യത്യാസം ഉള്ളത്? വ്യത്യസ്ത ഘടന, ഘടനയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവരാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഐസോമറുകളെ ഈ ഘടന വ്യത്യാസം എന്തൊക്കെ ആവാം? ഘടന എന്ന് പറയുമ്പോൾ എന്തൊക്കെ വ്യത്യാസപ്പെട്ടാൽ ഘടന വ്യത്യാസപ്പെടാം? പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടാൽ ഘടന വ്യത്യാസപ്പെടാം. അതിലൊന്നാണ് ചെയിൻ ഐസോമറിസം. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചോ. ചെയിനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചെയിൻ എന്ന് പറയുമ്പോൾ മെയിൻ ചെയിൻ ഉണ്ടല്ലോ, മെയിൻ ചെയിൻ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ എഴുതിയ എക്സാമ്പിൾ അതിനൊരു ഉദാഹരണമാണ്. മക്കൾ നോക്കിയേ, ഇവിടെ ബ്യൂട്ടൈൻ ആണ് ഇവിടുത്തെ മെയിൻ ചെയിൻ. ഇവിടുത്തെ മെയിൻ ചെയിൻ ഏതാ? പ്രൊപ്പൈൻ ആണ്. കണ്ടോ, മെയിൻ ചെയിനിൽ വ്യത്യാസമുണ്ട്, പക്ഷെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അപ്പൊ ഇവരെന്തിൽ പെടുത്താം? നമുക്ക് ചെയിൻ ഐസോമറിൽ പെടുത്താം. അപ്പൊ ചെയിൻ ഐസോമറിന്റെ വിഭാഗത്തിൽ വിടുന്ന ഒരു ചെയിൻ ഐസോമർ എങ്ങനെ നമ്മൾ വരയ്ക്കാം? ഇപ്പൊ 4 കാർബൺ ഉള്ളത് വരയ്ക്കുന്നത് നിങ്ങൾ അവിടെ കണ്ടല്ലോ. ഓക്കെ, ഒരു 5 കാർബൺ ഉള്ള, അതായത് നിങ്ങളോട് പറയാണ് സാറ് C5H12 ഈ ഫോർമുലയിൽ വരുന്ന മാക്സിമം ചെയിൻ ഐസോമേഴ്സ് നിങ്ങളോട് ഞാൻ വരയ്ക്കാൻ പറഞ്ഞു വിചാരിച്ചു. അപ്പോ നിങ്ങൾ ആദ്യം കാർബണെ മാത്രം വെച്ച് സെറ്റ് ചെയ്യുന്നത് കണ്ടോട്ടോ സാറ്. നോക്ക്, 5 കാർബൺ അല്ലേ? അപ്പൊ ആദ്യം 5 കാർബൺ നേരെ ഇടുക. 1 2 3 4 5. അപ്പൊ എന്റെ മനസ്സിനോട് എനിക്കറിയാം 5 കാർബൺ നേരെ വന്നാൽ പെൻഡെയിൻ ആയി. അപ്പൊ പെൻഡെയിൻ, ഹൈഡ്രജൻ ഒക്കെ നമ്മൾ ലാസ്റ്റ് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, പെൻഡെയിൻ ആയി. ഇനിയിപ്പോ പെൻഡെയിൻ പറ്റൂല, ഒരു ചെയിൻ ആയല്ലോ പെൻഡെയിൻ എന്ന് പറഞ്ഞിട്ട്. ഇനി പെൻഡെയിന് താഴേക്ക് ഇറങ്ങാം, മേലേക്ക് പോകരുത്. ഹെക്സൈനിലേക്ക് പോയാൽ 6 കാർബൺ ആവും. അപ്പൊ മോളിക്കുലാർ ഫോർമുലയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ 4 കാർബണിലേക്ക് ഇറങ്ങാം. അപ്പൊ 4 കാർബണിലെ മെയിൻ ചെയിൻ വരയ്ക്കുകയാണ്. 1 2 3 4. അപ്പൊ തീർച്ചയായിട്ടും ഒരു കാർബണും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു കാർബൺ എന്താക്കാം? നമുക്ക് 4 കാർബൺ അല്ലേ ഇപ്പൊ ആയുള്ളൂ ഒരു ചെയിനിൽ. അപ്പം ഒരു കാർബൺ 5 ആവാൻ ഒരു കാർബണും കൂടി ആവശ്യമുണ്ട്. അതിനെ ബ്രാഞ്ച് ആക്കാം. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരിക്കലും എൻഡിൽ ബ്രാഞ്ച് ഇടരുത്. നമ്മൾ എൻഡിൽ അല്ലാത്ത കാർബണുകളിലാണ് ബ്രാഞ്ച് പറ്റുക. ഒരു കാർബണിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു കാർബൺ മേലെ ഒരു കാർബൺ ബ്രാഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ 5 കാർബൺ ആയല്ലോ. അപ്പൊ ഇവിടെയും 5 കാർബൺ ആയി മാറി. പക്ഷേ നമ്മുടെ ചെയിൻ മാറിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്? ഈ ബ്യൂട്ടൈൻ ആണ്. ഇത് നമ്മളെ ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത്. ബ്രാഞ്ച് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പ്രശ്നമല്ല, മെയിൻ ചെയിൻ മാറി കിട്ടിയാൽ മതി. ഇവിടെ പെൻഡെയിൻ, ഇവിടെ എന്തായി ബ്യൂട്ടൈൻ. പേരൊക്കെ നമുക്ക് അവസാനം ഇടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 കാർബൺ ഉള്ള മെയിൻ ചെയിനിലേക്ക് ഇറങ്ങുകയാണ് സാറ്. അപ്പോ 1 2 3. മക്കളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാടാ, 3 കാർബൺ കഴിഞ്ഞാൽ ഇനി 2 കാർബൺ എന്ത് ചെയ്യണം? അവിടെ ആവശ്യമുണ്ട്. പക്ഷെ ഇനി ഇവിടെ കാർബൺ ആഡ് ചെയ്യരുത്. കാരണം ഇവിടെ കാർബൺ ആഡ് ചെയ്താൽ എന്തായി മാറി? ബ്യൂട്ടൈൻ ആയി മിന്നു. അതങ്ങനെ ഒരു ബ്യൂട്ടൈൻ ഇവിടെ ഉണ്ട്. ഇനി 2 കാർബൺ ഇങ്ങനെ തന്നെ ആഡ് ചെയ്താൽ പെൻഡെയിൻ ആയി, അതും ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല. പ്രൊപ്പൈൻ എന്ന മെയിൻ ചെയിനിൽ നമുക്ക് 2 കാർബണും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അത് ബ്രാഞ്ച് ആക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുക്കാൻ പറ്റില്ല, എവിടെയും കൊടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ കൊടുത്താൽ അത് ചെയിൻ ആയി പോകും. ബ്രാഞ്ച് ആവണമെങ്കിൽ എൻഡിലല്ലാത്ത കാർബണിൽ കൊടുത്താൽ മാത്രമേ ബ്രാഞ്ച് ആയി മാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എൻഡിലല്ലല്ലോ, ഈ കാർബണിൽ കൊടുക്കണം. എത്ര കാർബൺ കൊടുക്കണം? 2 എണ്ണം. നമുക്ക് എങ്ങനെ 2 എണ്ണം കൊടുക്കാം? 2 കാർബൺ 2 ബ്രാഞ്ച് ആയിട്ട് കൊടുക്കാം. ഇവിടേക്ക് ഒരു ബ്രാഞ്ച് പോട്ടെ, ഇവിടേക്ക് ഒരു ബ്രാഞ്ച് പോട്ടെ. ഇനി നിങ്ങൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് നോക്കിയേ. എങ്ങനെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക? ഓക്കെ, സാർ ലൈവ് പറഞ്ഞിരുന്നു മുന്നേ ക്ലാസ്സിൽ. എങ്ങനെയാണ്? കാർബണിന് 4 ബോണ്ടുകളാണ്. അപ്പോൾ ഹൈഡ്രജൻ എത്ര എണ്ണം വേണമെന്ന് നോക്കുക. അതായത് നോക്കിയേ, ഇവിടെ ഒരു ബോണ്ടായി ഈ കാർബൺ. അപ്പൊ ബാക്കി 3 ബോണ്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ടെട്രാ വാലൻസി അഥവാ 4 കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ 3 ഹൈഡ്രജൻ ആണ് വേണ്ടത്. ഈ കാർബൺ നോക്കുമ്പോൾ 2 ബോണ്ടായി. അപ്പൊ 2 എണ്ണത്തിന്റെ കുറവാണുള്ളത്. അപ്പൊ 2 ഹൈഡ്രജൻ കൊടുത്തു. ഈ കാർബണ് 2 ഹൈഡ്രജൻ, ഈ കാർബണ് 2 ഹൈഡ്രജൻ, ഈ കാർബണ് 3 ഹൈഡ്രജൻ. എന്താ പേര്? പെൻഡെയിൻ. എന്താ പേര് വരിക? പെൻഡെയിൻ. ഓക്കെ, ഇനി ഇതിനെന്ത് വേണം? 3 ഹൈഡ്രജൻ വേണം. ഇതിന് 2 ഹൈഡ്രജൻ വേണം. ഈ കാർബൺ നോക്ക്, 1 2 3 ബോണ്ട് ചുറ്റും ആയിട്ടുണ്ട്. അപ്പൊ ഒറ്റ ബോണ്ടും കൂടി ബാക്കിയുള്ളൂ. അപ്പൊ അതിന് ഒരു ഹൈഡ്രജൻ മതി. ഓക്കെ, ലാസ്റ്റ് കാർബൺ 3 ഹൈഡ്രജൻ വേണം. ഇതിനും വേണം 3 ഹൈഡ്രജൻ. എന്താ പേര് വരിക മക്കളെ? എന്താ ഇതിന്റെ പേര് വരിക? രണ്ടാമത്തെ കാർബണിൽ അല്ലേ മക്കളെ? ഇത് ബ്യൂട്ടൈൻ എന്ന് പറയുന്ന മെയിൻ ചെയിൻ. മക്കളെ ഇത് ബ്യൂട്ടൈൻ എന്ന് പറയുന്ന മെയിൻ ചെയിൻ. ആ മെയിൻ ചെയിനിൽ രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ബ്രാഞ്ച് അല്ലേ? ഇവിടുന്ന് എണ്ണുമ്പോ മക്കൾ പറ 1 2 3യിലാണ് ഈ മീഥൈൽ ബ്രാഞ്ച് വരുന്നത്. എന്നാൽ ഇവിടുന്ന് എണ്ണുമ്പോ 2യിലാണ് വരുന്നത്. അപ്പൊ സ്മോളസ്റ്റ് പൊസിഷൻ എടുക്കണം. അപ്പൊ ഇതിന്റെ പേരെന്താ വരിക? 2 മീഥൈൽ എന്താണ്? ബ്യൂട്ടൈൻ എന്ന് പറയുന്നു. മീഥൈൽ ബ്യൂട്ടൈൻ അല്ലേ? ഓക്കെ, അപ്പൊ മെയിൻ ചെയിൻ എന്താണ്? ഇവിടെ ബ്യൂട്ടൈൻ ആണ്, ഇവിടെ പെൻഡെയിൻ ആണ്. മെയിൻ ചെയിൻ മാറി. ഓക്കെ, ഇനി അടുത്ത നോക്കി മക്കളെ, ഇവിടെ എന്താണ്? കാർബൺ 1 2 3. എങ്ങനെയാണ്? നമ്മൾ മെയിൻ ചെയിൻ 3 ആണ് കിട്ടുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് മെയിൻ ചെയിൻ ആക്കണം. അതിനു മുമ്പ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ 3 ഹൈഡ്രജൻ. ഈ നടുവിലെ കാർബൺ ഇനി ഹൈഡ്രജൻ വേണ്ട. എന്താ കാരണം? നടുവിലെ കാർബൺ ഹൈഡ്രജൻ വേണ്ട പറയാൻ കാരണം
4 ബോണ്ട് അതിന്റെ ചുറ്റും ഉണ്ടടാ. അപ്പൊ ഇനിയും 5ാമത്തെ ബോണ്ടിന്റെ ആവശ്യമില്ല. ആ 4 ബോണ്ടല്ലേ മാക്സിമം പറ്റുക. അപ്പൊ ഹൈഡ്രജൻ വേണ്ട. ഇനി ഇവന്മാർക്കൊക്കെ 3 ഹൈഡ്രജൻ വീതം വേണം. എങ്ങനെ മനസ്സിലാക്കുക? അവന്മാർക്ക് ഓരോ ബോണ്ടേ ആയിട്ടുള്ളൂ. ഇനി ഇതിന്റെ പേരെന്താ? 2ാമത്തെ കാർബണിൽ ഇതൊരു വെറൈറ്റി സാധനമാണ് അല്ലെ. ഓക്കെ, നോക്കിയേ, നമ്മുടെ മെയിൻ ചെയിൻ ആണിത്. തീർച്ചയായിട്ടും ഈ 2 എന്താണ്? ബ്രാഞ്ച് ആണ്. ആ 2 ബ്രാഞ്ചും വന്നത് 2ാമത്തെ കാർബണിലാണ്. ഇങ്ങോട്ട് എണ്ണുമ്പോൾ 2 ഇങ്ങോട്ട് എണ്ണുമ്പോൾ 2. അപ്പൊ 2ാമത്തെ കാർബണിൽ 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 2 വട്ടം ആ പൊസിഷൻ റിപ്പീറ്റ് ചെയ്യണം. 2,2. 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 2 മീഥൈൽ ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് ഡൈമീഥൈൽ എന്ന് എഴുതാം. ഡൈമീഥൈൽ. പിന്നെന്താണടാ നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്? പ്രൊപ്പെയിൻ. എന്താണടാ? പ്രൊപ്പെയിൻ. കണ്ടോ മക്കളെ? ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നോക്കിയേ, ഇവിടെ ബ്യൂട്ടൈന്, പെന്റൈന്, പ്രൊപ്പെയിൻ മെയിൻ ചെയിനുകൾ മാറിയിട്ടുണ്ട്. പക്ഷേ എന്ത് സെയിം ആണടാ. അവിടെയൊക്കെ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവരിലൊക്കെ 5 കാർബണും 12 ഹൈഡ്രജനും ആണ് ടോട്ടൽ ഉണ്ടാവുക. ഇതിലൊക്കെ 5 കാർബണും 12 ഹൈഡ്രജനും മൊത്തം ഉണ്ടാവും. അപ്പോൾ മോളിക്കുലർ ഫോർമുല മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഐസോമേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയിൻ ഐസോമറിന്റെ ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞാൽ? സെയിം മോളിക്കുലാർ ഫോർമുല. ഐസോമർ എന്ന് പറയുമ്പോൾ തന്നെ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. എന്താണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത്? ഡിഫറെന്റ് ചെയിൻ ഡിഫറെന്റ് ആണ്. എന്നാൽ അടുത്ത ഐസോമർ ആണ് പൊസിഷണൽ ഐസോമർ. വളരെ സിമ്പിൾ ആണ്, ആ പേര് തന്നെ ഉണ്ട്. ഐസോമർ അല്ലേ, അപ്പം സെയിം മോളിക്കുലാർ ഫോർമുല, അതിൽ മാറ്റമില്ല. ഇവിടെ എന്താണ് ഡിഫറെന്റ് പൊസിഷൻ. എന്ത് ഡിഫറെന്റ് ആണ്? സ്ഥാനം വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും? സ്ഥാനം വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എന്തിന്റെ സ്ഥാനം ആവാം? സിമ്പിൾ ഐസോമറിസ് ആണ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. മക്കളെ നോക്കിയേ, CH3 CH OH CH3. ഇതിന്റെ പേര് മക്കൾക്ക് അറിയാം. എന്താണ്? പ്രൊപ്പാൻ ടു ഓൾ എന്നാണ്. എങ്ങനെ പേരിട്ടത് സാറ്? പ്രൊപ്പൈൻ എന്ന ചെയിനിൽ 2ാമത്തെ കാർബണിൽ OH വന്നു. OH വന്നാൽ ലാസ്റ്റ് ഓൾ ചേർക്കണം. അപ്പൊ പ്രൊപ്പൈൻ എന്ന ചെയിൻ, പ്രൊപ്പാൻ ഈ എഴുതരുത്, അതിന് പകരം ഓൾ ആണ്. അതിൽ 2ാമത്തെ കാർബണിൽ ഓൾ ഉണ്ട്, OH ഉണ്ട്. ക്ലിയർ ആണല്ലോ? അത് നെയിമിങ്ങിൽ വരുന്നതാണ്. പ്രൊപ്പാൻ ടു ഓൾ എന്നാണ് പറയാ. ഓക്കെ, എന്തായാലും ഞാൻ ഈ 2 മാറ്റിയിട്ട് സാർ എന്താക്കണം? ഈ പൊസിഷൻ മാറ്റണം. അപ്പൊ ഈ OH ഇപ്പൊ 2ലുള്ളത് ഈ കാർബണിലേക്കോ ഇട്ടാൽ അത് 1ലായി മാറും. അങ്ങനെയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഉള്ള കാർബണിലേക്ക് ഇടാം. CH3 CH2 CH2 OH ഇങ്ങനെ ആക്കി മാറ്റി. അപ്പൊ മക്കളെ നോക്കിയേ, ഇവിടെ എന്താ മാറ്റം? ഇവിടെ 1 2 3 ഇങ്ങനെ എടുക്കരുത്. കാരണം ഇതാണ് നമ്മളുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഫംഗ്ഷൻ ഗ്രൂപ്പിന് സ്മോളസ്റ്റ് പൊസിഷൻ കിട്ടണം. അപ്പൊ ഇവിടുന്ന് എണ്ണണം. ഇവിടുന്ന് എണ്ണുമ്പോൾ 1ലാണ് OH ഉള്ളത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 3 കാർബൺ ആണ്, അതുകൊണ്ട് പ്രൊപ്പാൻ ആണ്. അതിൽ 1ാമത്തെ കാർബണിൽ OH ഉണ്ട്, അഥവാ ഓൾ ഉണ്ട്. തമ്മിൽ വ്യത്യാസം എന്താ മക്കളെ? ഇവിടെ 2 ആണ്, ഇവിടെ എന്താണ്? 1 ആണ്. പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ എന്താണ് മോളിക്കുലാർ ഫോർമുല നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 കാർബൺ ഉണ്ട്. C3 അല്ലെ, 3 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എണ്ണി നോക്കിയേ, 3 + 3 6 6 + 1 7 7 + 1 എത്ര? 8 ഹൈഡ്രജൻസ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരു ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജൻ. ഇവിടെ അങ്ങനെ തന്നെ ആണോ മക്കളെ? നോക്ക്, 1 2 3 4 സോറി 1 2 3 3 കാർബൺ ഉണ്ട്. 3 + 2 + 2 + 1 8 ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. കണ്ടോ? മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചറാ. എന്തുകൊണ്ട് അവിടെ സ്ട്രക്ചർ മാറിയിട്ടുള്ളത്? പൊസിഷൻ മാറിയതുകൊണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയുള്ള സ്ട്രക്ചറൽ ഐസോമർ ആണ്? പൊസിഷണൽ സ്ട്രക്ചർ ഐസോമർ അല്ലെങ്കിൽ പൊസിഷണൽ ഐസോമർ ആണെന്ന് വിളിക്കാം. ഓക്കെ, ഇതിപ്പോ ഏതിന്റെ പൊസിഷൻ ആവാട്ടോ മക്കളെ? ഏതിന്റെ പൊസിഷൻ ആവാന്ന് സാർ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ അത് OHന്റെ പൊസിഷൻ മാത്രമാണോ സാറേ പറ്റുക? അല്ല, എങ്ങനെയുള്ള പൊസിഷൻ മാറിയാലും മതി. ഒരു എക്സാമ്പിൾ കൂടി സാറ് കാണിച്ചു തരാം. നോക്കണേ മക്കളെ, നോക്കിയേ, CH3 CH CH3 CH CH3 CH3. ഇതിന്റെ പേര് നമ്മൾ പേരിടുമ്പോൾ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത് ഇതാണ്. മെയിൻ ചെയിൻ 4 കാർബൺ ബ്യൂട്ടൈൻ ആണ്. അതിൽ 2 ബ്രാഞ്ച് ഉണ്ട്, 2 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് 2ലും ഒന്ന് 3ലും ആണ്. അപ്പൊ 2,3 ഡൈമീഥൈൽ 2,3 ഡൈമീഥൈൽ എന്താണടാ? ബ്യൂട്ടൈൻ എന്ന് നമുക്ക് പേരിട്ടു. ഓക്കെ, എന്നാ സാറ് വേറെ സ്ട്രക്ചർ വരയ്ക്കാണ്. CH3 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 CH2 CH3. ഇതിന്റെ പേരെങ്ങനെയാ ഇടാ മക്കളെ? നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇതാ നമ്മളുടെ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത് ബ്യൂട്ടൈൻ തന്നെയാണ്. അതിൽ 2 ബ്രാഞ്ച് ഉണ്ട്, 2ഉം മീഥൈലാണ്. 2ഉം വന്നിട്ടുള്ളത് 2ാമത്തെ കാർബണിലാണ്. അപ്പൊ എങ്ങനെയായി പൊസിഷൻ? 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്നായി. മക്കളെ ഇവിടെ മാറ്റം ഉണ്ടോ? മാറ്റമുണ്ട്. ഇവിടെ 2,3 ആണ്, പക്ഷെ ഇവിടെ 2,2 ആണ്. സാറേ 2 സെയിം അല്ലേ? അത് നോക്കണ്ട. 2,3 ഉള്ളത് 2,2 അല്ലെങ്കിൽ 2, വേറെ ഏതെങ്കിലും സംഖ്യയൊക്കെ വന്നാൽ, അല്ലെങ്കിൽ മൊത്തം മാറി 2,3 എന്നുള്ളത് 3,3 എന്നായി, അല്ലെങ്കിൽ 4, അങ്ങനെ എന്തായാലും
ഏതെങ്കിലും ഒരു പൊസിഷനെങ്കിലും മാറിയാൽ അതെന്തായി മാറി? പൊസിഷണൽ ഐസോമറായി മാറി. പിന്നെ ഒരു ട്രിക്ക് നിങ്ങൾ ആലോചിച്ച് വെക്കുക. പൊസിഷണൽ ഐസോമറിൽ പേരിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഡൈമീഥൈൽ ബ്യൂട്ടൈൻ ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, പ്രൊപ്പാൻ ഓൾ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. ഇനി ലാസ്റ്റ് ഐസോമർ ആണ് ഫങ്ഷണൽ ഐസോമർ. ഓക്കെ, ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കാം. സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ എന്തായിരിക്കടാ? ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. എന്താ മക്കളെ? ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇതാണ് എന്ത് ഐസോമർ? ഫങ്ഷണൽ ഐസോമർ. മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഐസോമറിൽ ഒരേ ഒരു ജോഡിയെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് ഏതാണ് നോക്കിയേ? OHും OU ആണ്. മക്കൾ നോക്കിയേ, OH ആൽക്കഹോളും അതേപോലെ O മീൻസ് ഈതറും ആണ്. ഈ ജോഡിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഐസോമർ ഉള്ളത്. അപ്പൊ ഇതാണ്ട് പഠിച്ചാൽ മതി. 3 കാർബൺ ഉള്ള ഒരു ആൽക്കഹോൾ തന്നാൽ നിങ്ങളോട് അതിന്റെ ഫങ്ഷണൽ ഐസോമർ പറഞ്ഞാൽ 3 കാർബൺ ഉള്ള ഒരു ഈതർ വരച്ചു കൊടുത്താൽ മതി. സെറ്റ് ആവും? നോക്കണേ. എടാ, ഇവിടെ 3 കാർബൺ ഉള്ള ഒരു ആൽക്കഹോൾ ആയിട്ട് സാറ് CH2 OH വരച്ചു. മക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ പേര് നമ്മൾ നേരത്തെ ഇട്ടതാണ്. 3 കാർബൺ പ്രൊപ്പാൻ, അതിൽ ഒന്നാമത്തെ കാർബണിൽ OH, അതുകൊണ്ട് പ്രൊപ്പാൻ 1 ഓൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫങ്ഷണൽ ഐസോമർ ആരാ ജോഡി? OHന്റെ ജോഡി O ആണ്, ഈതറാണ്. ഈതറിന്റെ പ്രത്യേകത എന്താ? അവൻ ഇരട്ടക്കയ്യനാണല്ലേ മക്കളെ. അതായത് ഒരു സൈഡ് മാത്രമല്ല ബോണ്ട് ഉള്ളത്, 2 സൈഡും ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡിലേക്കും കാർബൺ വേണം, ഈ സൈഡിലേക്കും കാർബൺ വേണം. അപ്പൊ അവനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ O എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് എത്ര കാർബണിന്റെ കയ്യിൽ മൊത്തം 3 കാർബൺ വേണം. അപ്പൊ 3 കാർബണിനെ 2 ആയിട്ട് വിഭജിക്കണം ഞാൻ. ഈ ഭാഗത്തേക്കും വേണം, ഈ ഭാഗത്തേക്കും വേണം അല്ലെ. അപ്പൊ ഒരു സൈഡ് 1 കാർബണും ഒരു സൈഡ് 2 കാർബൺ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ എന്ത് ചെയ്യുന്നു? 1 കാർബൺ CH3, ഇവിടെ CH2 CH3, ഇവിടെ 2 കാർബൺ ഇടുന്നു. അപ്പൊ പേരെന്താ? ഇതിന് പേരിടൽ അറിയാം, ചെറുതോക്സി വലുതേൻ. അങ്ങനെയല്ലേ പഠിച്ചേ? അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ചെറുതിനെ ആദ്യം ഓക്സി എന്ന് കൂട്ടി വിളിക്കാം, വലിയ ചെയിനിനെ വലുതേൻ. അതായത് എന്താണോ അതിന്റെ വേർഡ് റൂട്ട് A+ANE പറയാം. ഇവിടെ നോക്കിയേ, ഓക്സിജന്റെ ഈ സൈഡ് 1 കാർബൺ, ഈ സൈഡ് 2 കാർബൺ. അപ്പൊ ഏതാ ചെറുത്? 1 കാർബൺ നമ്മൾ എന്താ പറയാ? മെത്ത്. അപ്പൊ മെത്തോക്സി, ചെറുതോക്സി അല്ലെ. വലുത് ഏതാണ്? എത്താണ്, 2 കാർബൺ ആണ്. അപ്പൊ ഈതേൻ. ഓക്കെ, ഇനി നിങ്ങൾ വേണമെങ്കിൽ എണ്ണി നോക്കാം. നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും മോളിക്കുലാർ ഫോമിൽ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 3 കാർബൺ C3. ഹൈഡ്രജനോ 3 + 2 + 2 + 1 എത്രയാ? 8. ഒരു ഓക്സിജൻ C3H8O അല്ലെ, C3H8O. എന്നാൽ നമുക്ക് ഇവിടെ നോക്കാം. അടുത്തത് 1 2 3 അല്ലെ മക്കളെ, 3 കാർബൺ. സെയിം ആണ്, 3 കാർബൺ. ഹൈഡ്രജൻ 3 + 3 6 + 2 8. ഒരു ഓക്സിജൻ. അപ്പൊ കണ്ടോ നിങ്ങൾ? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യത്തിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പുകളിൽ ആകെ 4 ഫംഗ്ഷൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, ഹാലോജൻസ്, ദെൻ ഈതർ. അതില് ഫംഗ്ഷൻ ഐസോമർ ജോഡി കാണിക്കുന്നത് ആര് മാത്രമാണ്? ആൽക്കഹോളും ഈതറും തമ്മിലാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര കാർബൺ ഉള്ള ആൽക്കഹോൾ ആണോ തരുന്നത്, എന്നാൽ അത്രയും കാർബണുള്ള ഈതർ വരച്ചു കൊടുത്താൽ അതിന്റെ ഫംഗ്ഷൻ ഐസോമറായി. ഇനി നേരെ ഓപ്പോസിറ്റും നിങ്ങൾക്ക് 4 കാർബണുള്ള ഈതർ എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ ഐസോമർ വരച്ചാൽ പറഞ്ഞാൽ 4 കാർബണുള്ള ഏതെങ്കിലും ഒരു ആൽക്കഹോൾ വരച്ചു കൊടുക്കാം. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഐസോമറിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, സെറ്റ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് സാറ് അടുത്ത ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വരും, അല്ലെങ്കിൽ ലൈവിലൊക്കെ നമുക്ക് കാണാം. ഇനിയുള്ള ലൈവുകളും കണ്ടന്റ് വീഡിയോസും ഒന്നും മക്കൾ മിസ്സാക്കരുത്. കാരണം അത് അത്രക്കും ക്രൂഷ്യലാണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ എക്സാമിന് അത്രക്കും അത് ഉപകരിക്കുകയും ചെയ്യും. സോ അടുത്ത ലൈവിൽ, അടുത്ത കണ്ടന്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. എല്ലാവിധ ആശംസകളും നേരുന്നു. സൈനിങ് ഓഫ്.